തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവരികയാണ്. 7 പേരുടെ പൂർണ്ണ മൃതദേഹം ലഭിച്ചുവെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതിൽ 3 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മരിച്ച സുദർശന്റെയും വാസുദേവന്റെയും സുവിന്റെയും മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. 13 പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നു. തിരിച്ചറിയാനാവാത്ത വിധത്തിലുള്ള ശരീരഭാഗങ്ങൾ തെരച്ചിലിനിടെ കണ്ടെടുത്തിട്ടുണ്ട്. ജെയ്സൺ ചമവളപ്പിലും ഷഹദ് റഹ്മാനും ചേരുന്നുണ്ട്. ജെയ്സൺ, ഇപ്പോൾ ഔദ്യോഗികമായ കണക്കുകൾ വരുന്നു. 7 പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇനിയും 13 പേർ ചികിത്സയിൽ തുടരുന്നു. ബാക്കിയുള്ളവരുടെ ശരീരഭാഗങ്ങളാണ്. അത് ആരുടേതൊക്കെയാണ് എന്നുള്ളതിന് DNA പരിശോധനയിലൂടെ മാത്രമേ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും 2 ശരീരഭാഗങ്ങൾ ഈ മുണ്ടത്തിക്കോട് പാടശേഖരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ, ജെയ്സൺ? അരുൺകുമാർ, സ്വാഭാവികമായും സർക്കാർ സംവിധാനത്തിലെ ഔദ്യോഗികമായി അവരെ പൂർണ്ണ രൂപത്തിൽ ലഭിച്ച മൃതദേഹങ്ങളുടെ കണക്കാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മറ്റ് ശരീരാവശിഷ്ടങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയത് ഉൾപ്പെടെയാണ് ഇപ്പോൾ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. 9 മൃതദേഹങ്ങൾ ലഭിച്ചു. 3 പേരെ തിരിച്ചറിഞ്ഞു. അതിൽ തന്നെ 3 പേർ, ഒന്ന് സുദർശൻ, അതുപോലെ തന്നെ വാസുദേവൻ, സുവിൻ എന്നിവരെയാണ് ഇവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത്. ഏകദേശം 13-ലധികം പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം പൂരവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തെന്ന കാര്യത്തിലുള്ള ചർച്ചയിലേക്ക് കടക്കുകയാണ്. നാളെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ ദേവസ്വങ്ങളും ഉൾപ്പെടെയുള്ളവർ, ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ, അതുപോലെ തന്നെ 2 ദേവസ്വങ്ങൾ, മറ്റ് 8 ക്ഷേത്രങ്ങളും ഇവരെല്ലാവരുടെ സംയുക്ത യോഗം വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലായിരിക്കും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. ഇന്ന് ഇപ്പോൾ 10 മണിക്ക് ചേരുന്ന അടിയന്തര ക്യാബിനറ്റ് യോഗത്തിൽ സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ വരുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആ നിർദ്ദേശങ്ങൾ നാളെ രാവിലെ ചേരുന്ന ഈ സംയുക്ത യോഗത്തിൽ മന്ത്രിമാർ വയ്ക്കും. അതിനുശേഷം ചർച്ച ചെയ്ത ശേഷമായിരിക്കും സ്വാഭാവികമായും എങ്ങനെ പൂരം ഇനി തുടർ നടപടികളിലേക്ക് പോകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതോടൊപ്പം തന്നെ വെടിക്കെട്ട് എന്ന സംവിധാനം ഇനി ഉണ്ടാകില്ല എന്ന് തിരുവമ്പാടി ദേവസ്വം തന്നെ ഈ പൂരത്തിന് ഇപ്പോൾ അവരുടെ ഭാഗത്തുള്ള മുഴുവൻ വെടിക്കെട്ട് കോപ്പുകളും കത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരമൊരു നടപടികളിലേക്ക് തങ്ങൾ ഇത്തവണ ഇല്ല എന്ന് ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ തന്നെ നേരത്തെ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ജനങ്ങളും പൊതുവികാരം മാനിച്ചുകൊണ്ടുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക. അതിനോടൊപ്പം നിന്നുള്ള തീരുമാനങ്ങളായിരിക്കും തങ്ങളുടെ ഭാഗത്തുണ്ടാവുക എന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കും. നാളെ 10:30 നടന്ന ചർച്ചയിലായിരിക്കും പൂരവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലെത്തുക. സ്വാഭാവികമായി 24-ാം തീയതി സാമ്പിൾ വെടിക്കെട്ടും 26-ാം തീയതി പൂരവും നടക്കണമായിരുന്നു. 27-ാം തീയതി പുലർച്ചെയാണ് പ്രധാന വെടിക്കെട്ട് നടക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ നടക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഏവരും പറയുന്നത്, അതായത് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത്. പക്ഷേ മറ്റ് ചടങ്ങുകൾ, തൃശ്ശൂർ പൂരത്തിന് മറ്റ് ചടങ്ങുകൾ, കുടമാറ്റവും അതുപോലെ തന്നെ ഇലഞ്ഞിത്രമേളം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ എപ്രകാരം നടത്തണമെന്ന കാര്യത്തിൽ ദേവസ്വങ്ങളുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് മന്ത്രിതലത്തിലൊരു തീരുമാനമുണ്ടാകും. അതിനുവേണ്ടിയുള്ള യോഗം നാളെ ചേരും. ഇപ്പോഴും വിശദമായ പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ മന്ത്രി വി.എൻ. വാസവനും അതുപോലെ തന്നെ നേരത്തെ വീണ ജോർജും പ്രതികരിച്ചിരുന്ന ഒരു കാര്യം വ്യക്തമാണ്. എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. ഈ സംഭവമുണ്ടായി ഇത്ര സമയം കഴിഞ്ഞിട്ടും ആളുകളെ സംബന്ധിച്ച് ഒരു വ്യക്തത ഇനി വരാൻ കഴിയുന്നില്ല. സ്വാഭാവികമായും അവിടെയുള്ള തൊഴിലാളികളുടെ എണ്ണത്തിൽ ഒരു കൃത്യമായ ഒരു എണ്ണത്തെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയില്ലായ്മ തന്നെയാണ് ഈ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. കാരണം അതോടൊപ്പം തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ സെക്രട്ടറി ഗിരീഷ് കുമാർ പ്രതികരിച്ചത് അവരുടെ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ 5 പേർ അവിടേക്ക് പോയിരുന്നു. അതിൽ 4 പേരെ ഇപ്പോൾ കാണാനില്ല എന്നുകൂടി ഇന്ന് രാവിലെ ഗിരീഷ് കുമാർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് അവിടെ എത്തിയിരുന്നവർ ഇനിയും കണ്ടെത്താൻ ആളുകളുണ്ട് എന്ന് തന്നെയാണ്. ഈ വിശദമായ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ വീടുകളിൽ ആളുകൾ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ അത് സംബന്ധിച്ച് പോലീസിനെയോ ജില്ലാ ഭരണകൂടത്തെയോ ഫോൺ മുഖേന വിവരം അറിയിക്കണമെന്ന നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടവും പോലീസും നൽകുന്നുണ്ടായിരുന്നു. കുമാർ.